നമസ്കാരം. ടോഷ്മാസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു എഗ്ലെസ് സ്വീറ്റ് ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പിയാണ്. ഇപ്പം ഇടയ്ക്ക് ഒരു ചോക്ലേറ്റ് കേക്കൊക്കെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തന്നെയും നമുക്ക് ബട്ടറൊന്നും ചേർക്കാതെ അതുപോലെ മുട്ടയൊന്നും ചേർക്കാതെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. അതിൻ്റെ റെസിപ്പിയാണിത്. ഇതിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വീറ്റ് പൗഡർ, അതായത് ഗോതമ്പ് പൊടി വേണം 1.25 കപ്പ്. ഇനി നമുക്ക് കൊക്കോ പൗഡർ വേണം 1/4 കപ്പ്. ഇത് ഉപ്പാണ്, ഒരു നുള്ള്. ബേക്കിംഗ് സോഡയാണിത്, 1 ടീസ്പൂൺ വേണം. അതുപോലെ ബേക്കിംഗ് പൗഡർ, അതും 1 ടീസ്പൂൺ വേണം. വാനില എസൻസ് 1/2 ടീസ്പൂൺ. പാല് 1 കപ്പ്. ഇത് വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിൽ നമുക്ക് 1/2 കപ്പ് വേണം. ഇത് പഞ്ചസാര 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കുറവ് മതി 1/2 കപ്പാക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി മധുരം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1 കപ്പാക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് 1/4 കപ്പ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഗോതമ്പ് പൊടി ഇത് അരിക്കാം. ഇത് 1.25 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇതിൻ്റെ കൂടെ കൊക്കോ പൗഡർ ചേർക്കണം, 1/4 കപ്പ് കൊക്കോ പൗഡർ. അതുപോലെ 1 നുള്ളു ഉപ്പ്. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് വേണം നമുക്ക്. ഉപ്പ് കുറച്ച് മതി. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് നമ്മൾ ചേർത്ത് നമ്മളൊന്ന് പഞ്ചസാര ഒഴിച്ചുള്ള ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് ചേർത്തൊന്ന് അരിക്കുകയാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ തന്നെ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ പഞ്ചസാര, ഇത് 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചു വെച്ചേക്കുന്നതാണ്, ഇത് ചേർക്കാം. പഞ്ചസാര പൊടിച്ചത് 1/4 കപ്പ് അല്ല എടുക്കണ്ടേ, 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുക്കേണ്ടത്. രണ്ടും തമ്മിൽ ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്. ഇനി ഇതിലേക്ക് ഇത് 1/2 കപ്പ് ഓയിൽ എടുത്ത് വെച്ചേക്കുന്നതാണ്, ഇത് ചേർക്കണം. അതുപോലെ തന്നെ 1 കപ്പ് പാല്, ഇതും ചേർക്കാം. ഇനി നമുക്ക് വാനില എസൻസ് ചേർക്കണം, 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇനി നമുക്ക് ഈ എഗ് ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് അടിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുണ്ടല്ലോ കൊക്കോ പൗഡർ, അതുപോലെ തന്നെ സോഡ പൗഡർ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, പിന്നെ വീറ്റ് പൗഡർ, ഇതെല്ലാം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതൊരു 3 പ്രാവശ്യമായിട്ട് വേണം ചേർക്കാനായിട്ട്. കുറച്ച് ചേർത്ത് നമുക്കൊന്ന് അടിക്കാം. ബാക്കി കൂടി ചേർക്കണം. ഇതുകൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത് ഈ വീറ്റ് പൗഡർ ചേർത്തതിന് ശേഷം ഒരു ഏകദേശം 30-40 സെക്കൻഡ്സ് ഒക്കെ അടിക്കാവുള്ളൂ. ഒത്തിരി നേരം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന്റെ സോഫ്റ്റ്നെസ് പോവും. അപ്പോൾ ഭയങ്കര ഡെൻസ് കേക്ക് നമുക്ക് കിട്ടും. അപ്പം അത് വേണ്ട. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചാൽ മതി. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ സൈഡിലുള്ള
ഗോതമ്പ് പൊടിയൊക്കെ കൂടി നമുക്കൊന്ന് ഇതിലോട്ടൊന്ന് ആക്കി കൊടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബേക്കിംഗ് ഡിഷിലേക്ക് ഇത് പകർത്താം. ഇത് നോൺ സ്റ്റിക്ക് പാനാണ് എങ്കിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് എണ്ണ തടവിയിട്ട്, ഇപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് നമ്മളിതിൽ ചേർത്തേക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ വെജിറ്റബിൾ ഓയിൽ ഒന്ന് തടവിയിട്ട് മൈദ വെച്ച് തട്ടിയെടുത്താൽ മതി. നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. ബേക്ക് ചെയ്യാൻ വെക്കാനായിട്ട് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ്സ് ആണ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ സമയവും ടെമ്പറേച്ചറൊക്കെ പറയുമെങ്കിലും ഓരോ ഓവനിലും കുറച്ച് വ്യത്യാസം വരും, ടെമ്പറേച്ചറും അതുപോലെ തന്നെ സമയമൊക്കെ. അപ്പം അതനുസരിച്ച് ഇടയ്ക്ക് ഒന്ന് കുത്തി നോക്കുക, ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കുക. അപ്പം ടൂത്ത് പിക്കിൽ പിടിക്കാതെ വരുന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. നമുക്കിനി ബേക്ക് ചെയ്യാൻ വെക്കാം. നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഏകദേശം 35 മിനിറ്റ്സ് ആണ് വെച്ചത്. നേരത്തെ ചൂടാക്കിയ അവനിലാണ് നമ്മൾ വെച്ചത്, ബേക്ക് ചെയ്തെടുത്ത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂട് മാറിക്കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കമിഴ്ത്തിയിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഞാനിന്ന് തയ്യാറാക്കിയത് എഗ്ലെസ് വീറ്റ് ചോക്ലേറ്റ് കേക്കാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്. വ്യത്യസ്തമാർന്ന രുചിക്കൂട്ടുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തൂ.